സമൂഹത്തിന്റെ നേതാവിന്റെ വിശുദ്ധ മുറ്റത്തേക്കൊന്നു ചൊല്ലുമോനെ. എന്നിട്ടോ മസ്ത് ഹേ ഖുദ് വജ്ദ് മേ ആതി ഹവാओं को സലാം. അനുരാഗത്തിന്റെ രാഗവീതികളോട് സംയമനം പാലിച്ചുകൊണ്ടാണ് മന്ദമാരുതൻ മദീനയിൽ നിന്ന് വരുന്നത്. പ്രണയത്തിന്റെ മധുവിനെയും പേറിക്കൊണ്ടാണ് മദീനയിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന മന്ദമാരുതൻ എത്തിച്ചേരുന്നത്. ആ ഇളം കാറ്റിനു സലാം. കാരണം ഹബീബിന്റെ ഗുംബദിനെ സ്പർശിച്ചതാണ്. ആ ഹബീബിനെ പ്രണയിച്ചു വരണം. ആ റസൂലുള്ളാഹിനെ പ്രണയിക്കാനുള്ള മറ്റൊരു വഴി ഏതാണ്? മസ്ജിദേ നബവി കി സുബ്ഹ് ഓർ ശാമോ കോ സലാം. മസ്ജിദുൽ നബവിയുടെ പ്രഭാത പ്രദോഷങ്ങൾക്ക് സലാം. യാ നബി തേരെ ഗുലാമോ കോ ഗുലാമോ കെ ഗുലാമോ കോ സലാം. അവിടെയുടെ പുത്രന്മാരുടെ പുത്രന്മാർക്കു സലാം. ജമലുല്ലൈലി സാദാത്തുക്കൾക്കു സലാം. അവരുടെ മക്കളായി ഇവിടെ നേതൃത്വം വഹിക്കുന്നവർക്ക് സലാം. യാ നബി തേരെ ഗുലാമോ കെ ഗുലാമോ കോ സലാം. ഓ ഹബീബേ അവിടുത്തേക്കു സലാം. അവിടുത്തെയുടെ പുത്രന്മാർക്കു സലാം. അവിടുത്തെയുടെ പൗത്രന്മാർക്കു സലാം. അവിടുത്തെ പരമ്പരയ്ക്ക് മുഴുവനും സലാം. അതിന്റെ സാന്നിധ്യമായി ഇവിടെ നേതൃത്വം നൽകുന്ന സയ്യിദവർക്ക് സലാം. കാരണത്തെ ആലുൻ നബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. مقامهم وعلو رسول الله زين المحافل. സദസ്സുകളുടെ അലങ്കാരമാണ് മുസ്തഫായുടെ മക്കൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാർ മജ്ലിസുകളുടെ സാരഥികളാണ്. ആത്മീയതയുടെ വിളക്കുമാടങ്ങളാണ്. ശാന്തിയുടെ തെളിവേർ ഹൃദയത്തിൽ തളിച്ചു തരുന്നവരാണ്. സമാധാനം പേറിയിട്ട് നിൽക്കുന്നത് മുസ്തഫായുടെ പൗത്രനാണെന്നതുകൊണ്ടാണ്. സന്ധ്യാസമയത്തു തന്നെ കിലോമീറ്ററുകൾ താണ്ടി നിങ്ങൾ ഇവിടെ വന്ന് നിശബ്ദമായി അവിടുത്തെയുടെ വാതിൽക്കൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല. അവിടുത്തെയുടെ രക്തത്തിന്റെ കണങ്ങൾ നിരകളിൽ ഒലിക്കുന്ന സാദാത്തുക്കളിലെ ഒരു കണ്ണി ഇവിടെയുണ്ട്. അതെത്ര ചെറുതായാലും വലുതായാലും പണ്ഡിതനായാലും പാമരനായാലും ആരായാലും ഒന്നാമത്തെ വിലാസം ഹബീബിന്റെ കുട്ടിയാണ്. ഗുലാമോ കെ ഗുലാമോ കോ സലാം. ഹബീബിന്റെ പുത്രന്മാർക്കു സലാം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നവരവരണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാൻ യോഗ്യരാകണം. അത് വേണമെങ്കിൽ ഇന്ന് നമ്മൾ ഇടപെടുന്ന സൗഭൗതിക ചുറ്റുപാടുകളിൽ കുറെ നാം നമുക്ക് അല്ലാഹു തആല നിഅമത്ത് നൽകി. ഇന്നലകളിൽ നമ്മുടെ വാപ്പമാർക്കില്ലാത്ത നിഅമത്ത് നമ്മുടെ വീടുകളിൽ സൗകര്യങ്ങൾ, നമ്മുടെ മക്കളുടെ സ്വകാര്യ മുറികളിൽ ഇന്റർനെറ്റ് സംവിധാനം, നമ്മുടെ കുടുംബങ്ങളുടെ കൈവെള്ളയിൽ മെഗാ സൗകര്യങ്ങളുള്ള ഫോണുകൾ, ഇതിലൂടെയെല്ലാം തോർത്തപ്പെടുന്നത് ആത്മീയതയാണ്. ആ ആത്മീയതയിലേക്ക് തിരിച്ചു വരാൻ എന്റെയും നിങ്ങളുടെയും മാർഗദർശനം, എന്റെയും നിങ്ങളുടെയും വഴി എല്ലാത്തിലും ഉപരി പ്രണയം കൊണ്ട് പ്രവാചകരോട് ബന്ധപ്പെട്ടവരായി മാറുമ്പോഴേ നമ്മളെ തിരുത്താൻ കഴിയൂ. അപ്പോൾ എന്റെ പ്രായപൂർത്തിയായ പൊന്നുമോളുടെ സ്വപ്നം
അവൾക്കൊരു ജീവിത കൂട്ടുകാരൻ എന്ന സ്വപ്നത്തിനപ്പുറം എന്റെ ജീവനിൽ ജീവനായ മുസ്തഫായോടുള്ള പ്രണയമെന്ന് വരുമ്പോഴാണ് അവളെ നിയന്ത്രിക്കാൻ കഴിയുക. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഹബീബിനെ പ്രണയിച്ചു പോയി. അതുകൊണ്ട് എന്റെ പ്രണയപാത്രമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് നഷ്ടമായി കൂടാ എന്ന നിലയിലേക്ക് നിങ്ങളുടെ മക്കളുടെ കൽബിലേക്ക് ഈമാൻ മഹബ്ബത്ത് അടയാളപ്പെടുത്തിക്കോ. പൊന്നു പെങ്ങളെ, നീ മുഖമക്കന ധരിക്കാതെ നടക്കുമ്പോ വിഷമിക്കുന്ന ഒരു നേതാവുണ്ട്. നീ ജീൻസും പാന്റും ധരിച്ച് നടക്കുമ്പോൾ അവിടുന്ന് വേദനിക്കുന്ന ഒരു നേതാവുണ്ട്. നീ ബൈക്കും കാറും ഒക്കെ ഡ്രൈവ് ചെയ്ത് അന്യ പുരുഷന്റെ മുമ്പിൽ ഗർവ് കാണിക്കുമ്പോൾ നോവുന്ന ഒരു നേതാവുണ്ട് മോളെ. നീ വൃത്തികെട്ട വാരികൾ കൊണ്ടുവന്ന സ്വകാര്യ മുറിയിൽ ഇരുന്ന് വായിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു നേതാവുണ്ട് മോളെ. നീ ഏതെങ്കിലും വൃത്തികെട്ട ചിത്രങ്ങൾ മൊബൈലിലോ ടിവിയിലോ കാണുമ്പോൾ അവിടുന്ന് ഖേദിക്കുന്ന ഒരു നേതാവുണ്ട് മോളെ. നീ അന്യപുരുഷന്റെ കൂടെ കമന്റടിച്ച് കോളേജ് മുറ്റത്ത് തുള്ളിക്കളിക്കുമ്പോൾ നിനക്ക് വേണ്ടി കരയുന്ന ഒരു നേതാവുണ്ട് മോളെ. നീ വീട്ടുകാരറിയാതെ രാവിലെ ഇറങ്ങിയിട്ട് ഏതോ ഒരുത്തന്റെ ബൈക്കിന്റെ പിന്നിൽ കയറിയിട്ട് കറങ്ങാനിറങ്ങുമ്പോൾ അവന്റെ മൊബൈൽ കോളുമായി രാത്രി സ്വകാര്യ മുറിയിൽ കിടക്കുമ്പോ അപ്പുറത്തെ മുറിയിൽ വാപ്പയുണ്ട് ഉമ്മയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ രാത്രി 2 മണിക്കും 3 മണിക്കും 12 മണിക്കുമൊക്കെ ഏതോ ഒരുത്തനോട് നീ മൊബൈൽ വഴി സംസാരിക്കുന്നുണ്ട്. ഇതറിയുമ്പോ വേദനിക്കുന്ന ഒരു നേതാവുണ്ട് മോളെ. അതാരാണ്? ഞാനും നീയും പ്രണയിക്കേണ്ട നേതാവാണ്. ആ നേതാവിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് മോളെ നിന്റെ കുഞ്ഞു മോൾക്ക് കുപ്പായം വാങ്ങിയപ്പോ കഷ്ടം മുതൽ കപ്പ് വരെ ഒരു വല കൊണ്ട് കെട്ടിയ കുപ്പായം പരിഷ്കാരമായി വാങ്ങിയ പെങ്ങളെ വേദനിക്കുന്ന നേതാവാരാണ്? മദീനയിലെ രാജാവ് അനുരാഗത്തിന്റെ സമവാക്യം പ്രണയത്തിന്റെ ഇക്വേഷൻ വാചകങ്ങളിൽ ഒതുങ്ങാത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തുഅറദു അലയ്യ അഅമാലുക്കും റമദാനിന്റെ 3ാമത്തെ 10ലും വലിയ പെരുന്നാളിന്റെ തൊട്ടുമുമ്പും ഷോപ്പിംഗിന് വേണ്ടി കോട്ടക്കലോ മലപ്പുറത്തോ രണ്ടത്താണിയിലോ പുത്തനത്താണിയിലോ ഒക്കെ പോയപ്പോ നീ നിന്റെ ലേറ്റസ്റ്റ് ഫാഷൻ സെലക്ട് ചെയ്തപ്പോ നീ ഒരു സുന്നത്ത് ചവിട്ടി തേച്ചിട്ടുണ്ട് മോളെ. അതാരുടെ സുന്നത്താണ്? മൻ അഹബ്ബനി ഫഖദ അഹബ്ബ സുന്നതി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആരെങ്കിലും എന്നെ പ്രണയിച്ചാൽ എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടവരാ. കുറച്ചുകൂടി നടന്നിരുന്നാൽ അവിടെ കുറെ ആളുകൾ നിന്ന് വിഷമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിൽ ഇജാബത്തിന്റെ മജ്ലിസാക്കി തരട്ടെ, ബർക്കത്തുള്ള മജ്ലിസാക്കട്ടെ. ഉള്ളവരും പരമാവധി സഹകരിച്ച് നടത്തിരുന്നാൽ ആ നിൽക്കുന്ന മുഅ്മിനീങ്ങൾക്ക് സഹായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടുവത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ബർക്കത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നമ്മുടെ പരിഷ്കാരങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ഓരോരോ സുന്നത്തുകളാണ് ഇവിടെ മരിച്ചു വീഴുന്നത്. ഹാജിയാന്മാരുണ്ട്, 5 നേരവും പള്ളിയിൽ വരുന്നവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്, പള്ളി മദ്രസകൾക്ക് സഹായിക്കുന്നവരുണ്ട്, ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട്, സ്വലാത്തിന്റെ സദസ്സിൽ പോകുന്നവരുണ്ട്. പക്ഷേ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങുമ്പോൾ സുന്നത്തവർ ശ്രദ്ധിക്കുന്നില്ല. പെൺകുട്ടികൾക്ക് വേഷം വാങ്ങുമ്പോൾ ഹബീബിനെ അവർ പരിഗണിക്കുന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ മതത്തെ ചവിട്ടിത്തേക്കുന്നവരായി നമ്മൾ മാറി.